കൊട്ടാരക്കര ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് സമിതി യോഗത്തിൽ കൂട്ടയടി. ഭരണസമിതി അംഗങ്ങളും സ്വതന്ത്ര അംഗവും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തി. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പാറക്വാറിക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും മണ്ണ് മാഫിയയിൽ നിന്നും ഭരണസമിതി അംഗങ്ങൾ കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തെ തുടർന്നുമായിരുന്നു ഈ സംഘർഷം ഉണ്ടായത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത്. ഷമീർ, വലിയ അടിയാണ് നടന്നിരിക്കുന്നത്. വലിയ കൂട്ടപ്പൊരിച്ചിലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. സംഗതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ? ഏതായാലും ലക്ഷ്മിപത്മ, ഇതിൽ 2 സ്വതന്ത്ര അംഗങ്ങൾ, അതായത് ജിജോയ്, ഹരികുമാർ തുടങ്ങിയവരാണ് ഇത്തരത്തിൽ ഈ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അജണ്ടയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്, പ്രത്യേക അജണ്ടയിൽ ആരംഭിച്ച യോഗം, അതായത് പാറക്കോറിക്ക് ലൈസൻസ് നൽകുന്നതും മായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇന്നലെ അവിടെ കൂടിയത്. തുടർന്ന് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ഈ അജണ്ട തട്ടിയെടുക്കാൻ ജിജോയ് ശ്രമിച്ചു. പിന്നീട് ഈ ഭരണസമിതി അംഗങ്ങളും സ്വതന്ത്ര അംഗങ്ങളായ 2 പേരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അങ്ങനെ വലിയ സംഘർഷം ഉണ്ടാകുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇരു കൂട്ടരും, അതായത് സ്വതന്ത്ര അംഗങ്ങളും അതുപോലെ ഭരണകക്ഷി അംഗങ്ങളും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടില്ല. ഇപ്പോൾ ദൃശ്യം പുറത്തു വന്നതോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പോലീസിന് പരാതി നൽകാൻ നിൽക്കുകയാണ്. എന്തായാലും സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയിലാണ് ഈ ഭരണം കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിൽ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുമോ എന്ന കാര്യം വ്യക്തതയില്ല. എന്തായാലും ഈ ഭരണകക്ഷിക്കുള്ള പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ലൈസൻസ് കൊടുക്കുന്നതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വതന്ത്ര അംഗങ്ങൾ പിന്തുണ പിൻവലിക്കും. അതോടുകൂടി UDF അല്ലെങ്കിൽ കോൺഗ്രസിന് ഇവിടുത്തെ ഭരണം നഷ്ടപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ ഈ അംഗങ്ങൾ ആരും തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ പരാതി നൽകുമെന്ന് വാക്കാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം പറയുന്നുണ്ടെങ്കിലും നിലവിൽ ഇത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. അടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് അംഗങ്ങളാണ്. ലക്ഷ്മി പത്മ.